ഹായ്, ഇന്നത്തെ യാത്ര അട്ടപ്പാടിയിലേക്കാണ്. ഒരു ഫ്രണ്ടുണ്ട് കൂടെ, ഒരു ഹിഡൻ സ്പോട്ട് കാണാം. മണ്ണാർക്കാട് നിന്ന് അവനും കൂടി, ഹാജ മൊയിനുദ്ദീൻ, ദിസ് ഇസ് മൈ ഫ്രണ്ട്. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ ഇനി യാത്ര ഒരുമിച്ച്. രസം അതല്ല, വർഷങ്ങൾ പരിചയമുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇന്നാണ്. അപ്പോൾ ഇനി ആദ്യം ഭക്ഷണം കഴിക്കണം, എന്നിട്ട് മല കയറാം. നല്ലൊരു ലഞ്ച് ബിരിയാണി സ്പോട്ടാണിത്. നമ്മുടെ സൈലൻറ്റ് വാലി പോകുന്ന മുക്കാലി ജംഗ്ഷനിലാണ് ഹോട്ടൽ ഹരിത. സോ ടുഡേ വി ആർ ഗോയിങ് ടു അബ്ബന്നൂർ ഹിൽസ്. മുള്ളി റോഡ് പോയിട്ട് ലെഫ്റ്റിലേക്ക്. നമ്മൾ അബ്ബന്നൂർ ഹിൽസിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ. ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഷോട്ട് എടുക്കാൻ വേണ്ടി അവിടെ കയറിയതാണ്. സോ വണ്ടി അവിടെ വെച്ചു. 2 kilometers ഇനി ട്രക്ക് ചെയ്യണം. ഒരു കാട്ടുപന്നി ഉണ്ട് ഇവിടെ. ഇതല്ല കേട്ടോ, അത് വരുമോ? അടുത്തേക്ക് വരുമോ? ഇവിടെ ഉണ്ട്. ഇതിൻ്റെ വിളിക്കല്ലേ. ഇവൻ ഇവിടുത്തെ പുലിമുരുകനാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതാണ് വഴി. ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഇതൊരു ഹിഡൻ സ്പോട്ടാണ്. ഈ വഴി ഇങ്ങനെ സ്റ്റെപ്പ് പോലെയാണ്. അപ്പോൾ ഞാൻ എന്താണ് അത് സംഭവം എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചളിയുള്ള ടൈമിൽ ആനകൾ നടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇങ്ങനത്തെ സ്റ്റെപ്സ്. അങ്ങനെ പോകുമ്പോഴാണ് അവിടുത്തെ ഒരു കുട്ടിയെ കണ്ടത്. സ്കൂളിൽ പോകുന്നുണ്ടോ? എത്ര ക്ലാസ്സിലാണ്? ഇതൊരു 1 kilometer 2 kilometers ട്രക്കിംഗ് ആണ്. ഇതിലൊക്കെ ആന പോയ വഴിയാണ്. ഞാൻ ക്ഷീണിച്ചു തുടങ്ങി. നമ്മളൊരു വെള്ളക്കുപ്പി എടുക്കാൻ മറന്നുപോയി. ഇത് മറ്റേ ഇക്കോന്റെ ക്ലൈമാക്സിലാ നമ്മൾ ആ തിയേറ്ററിൽ ഇരിക്കണ കല്ല് പോലെ ഉണ്ട്. ഇവൻ പിന്നെ ഇടക്ക് വരുന്നതുകൊണ്ട് വലിയ ക്ഷീണമല്ല. അപ്പോൾ എന്തായാലും മേലെത്താനായി. നല്ല ഫോഗ് പോലെ താഴത്ത്. നൈസ്, അടിപൊളി പ്ലേസ്. മൈ ഗോഡ്, ഐ ആം അഫ്രൈഡ് ഓഫ് ഹൈറ്റ്സ് ആക്ച്വലി. പക്ഷേ ദിസ് ഇസ് നൈസ്. സംഭവമല്ലേ, നമ്മൾ ആ കാണുന്ന ഊരൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് നടന്നു വന്നതാണ്. പക്ഷെ അതിന് മാത്രമേ സംഭവം ഇങ്ങോട്ടൊക്കെ ഈ ഒരു സെറ്റ്. സോ ഇനി നമ്മുടെ കമ്പാനിയനൊരു ഷോട്ട് എടുത്ത് കൊടുക്കണം. അപ്പോൾ അറ്റത്ത് പോയിട്ട് നിന്നിട്ട് ഇത് വളരെ ദൂരെയാണ്. ഞാൻ സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സച്ച് എ വണ്ടർഫുൾ പ്ലേസ്. സീ ദാറ്റ്. ആക്ച്വലി നമ്മൾ ഈ വരുന്നത് 1-2 ഊരുകളൊക്കെ നടന്ന് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ആൾക്കാർ ഉണ്ട്, പക്ഷെ അവർ പ്രശ്നമൊന്നുമില്ല. അവരെ ഏകദേശം ആൾക്കാരൊക്കെ അറിയാം. പിന്നെ കുറച്ച് നായ്ക്കൾ ഉണ്ടാവുന്ന പറഞ്ഞ്. അങ്ങനെ വിഷയമൊന്നും ഉണ്ടായില്ല. തിരിച്ചു പോകുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ കുറേ ഡോഗ്സ് ഒക്കെ ഉണ്ട്. ഇവരെ ഈ ഊരൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ. ലൈക്ക് ആരെങ്കിലും ട്രസ്പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോഗ്സ് വന്നിട്ട് എന്തായാലും അവരെ ബ്ലോക്ക് ചെയ്യും. നമ്മളിരിക്കുന്നത് ഒരു 1 kilometer above sea ലെവലാണ്. ഇവിടെ എപ്പോഴും നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ നരസിമുക്കൊക്കെ പോകുന്നതല്ലേ, പക്ഷെ അവിടെ നിന്ന് ഇത്ര കാറ്റില്ല. ചില അത്ര ഹൈറ്റ് ഇല്ല അല്ലേ, ചെറിയതേ ഉള്ളൂ. പക്ഷെ നല്ല ഇങ്ങനെ വൈഡാണ്, അത്രേ ഉള്ളൂ. സോ നമ്മൾ ഇവനെയും കൂട്ടിയിട്ടൊരു ഫസ്റ്റ് ട്രിപ്പാണിത്. ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഏകദേശം എത്രയായി, 1 or 2 years ആയി തോന്നുന്നു. ഇൻസ്റ്റയിൽ വെരി സ്ട്രേഞ്ചേഴ്സ് ആണ്. പക്ഷേ നമ്മൾ വളരെ ഒരു എന്താ പറയുക, ഒരു 5 to 10 years പരിചയമുള്ള പോലത്തെ കമ്പനിയാണ് ഫസ്റ്റ് ഡേ തന്നെ വന്നത്. ആൻഡ് ഹി റൺസ് എൻ ഇംഗ്ലീഷ് അക്കാഡമി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് അട്ടപ്പാടി തന്നെ ആവണം. കാരണം ഞാൻ അധികം വരാറുള്ള സ്ഥലമാണ്, പിന്നെ പരിചയമുള്ള സ്ഥലമാണ്. അതെ, ഹീസ് എൻ അംബാസിഡർ ഓഫ് ദിസ് പ്ലേസ്. ഹിഡൻ സ്പോട്ടുകളൊക്കെ കുറേ ഇവനറിയാം, പിന്നെ ആളുകളുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് എവിടെയും പോവാം, ധൈര്യമായിട്ട് ചെല്ലാം. സോ കം അറ്റ് ലീസ്റ്റ് വൺസ് ഇൻ ലൈഫ് ആൻഡ് എക്സ്പീരിയൻസ് ദിസ് വിൻഡ്. ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോട്ട് ഇതായിരുന്നു. നൗ റിട്ടേണിംഗ് ബാക്ക് ഹോം. Amazing. So it was a wonderful experience.